ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ തസ്ന റിയാസ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ചെറുതായിട്ട് പണി കിട്ടിയ ഒരു ക്രീം നിങ്ങൾക്ക് കാണിച്ചു വന്നു കേട്ടോ. അപ്പം ഇപ്പോഴും ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എന്നെപ്പോലെ തന്നെ കുറേ ആൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഇതിന്റെ റിവ്യൂ തന്നെ ഉള്ളൂ. പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ കണ്ട് ഞാനും വാങ്ങിച്ചു ഒന്ന്. അതായത് F2 കേട്ടോ. F2 ഞാൻ വാങ്ങിച്ചേ. ഇതിനകത്ത് ഇവര് പറയുന്നത് വൈറ്റനിങ് സ്കിൻ, റിമൂവ് ഡാർക്ക് സ്പോട്ട്, റിമൂവ് ആക്നെ, റിമൂവ് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾ എന്നൊക്കെയാണ് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോഴും ആരെങ്കിലും ഒക്കെ നിങ്ങളെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഈ ക്രീം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പം F2 ആണ് ഞാൻ വാങ്ങി യൂസ് ചെയ്ത ക്രീം. ആദ്യമൊക്കെ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഐ മീൻ ഭയങ്കരമായിട്ട് വെളുത്തു എന്നല്ല, ഫേസിലുണ്ടായിരുന്ന ഈ പിമ്പിൾസ് ഒന്ന് മാർക്സ് പോയി, ഫേസ് ഒന്ന് കുറച്ച് ബ്രൈറ്റ് ആയി, അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അത് വാങ്ങി ഒരാഴ്ച യൂസ് ചെയ്തപ്പോഴത്തേനും എന്റെ ഫേസ് നല്ല ക്ലിയർ ആയി. ഫേസിലുണ്ടായിരുന്ന പാടുകളൊക്കെ പോയി, കുരു പോയി, ഫേസ് നല്ല പിമ്പിൾസ് എല്ലാം പോയി, നല്ല ക്ലിയർ ആയി, അത്യാവശ്യം ബ്രൈറ്റ്നെസ്സും ആയി. അപ്പൊ ഞാൻ നല്ല ഹാപ്പി ആയിട്ടോ. പക്ഷെ അപ്പൊ തൊട്ട് പിമ്പിൾസ് പിന്നെയും വരാൻ തുടങ്ങി. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴത്തേനും പിമ്പിൾസ് വരാൻ തുടങ്ങി. അതായത് ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും പിമ്പിൾസ് വരാൻ തുടങ്ങി. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല, കാരണം ഫേസ് നല്ല ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ സന്തോഷമായല്ലോ. അപ്പൊ ഞാൻ അത് ക്ലിയർ ചെയ്തില്ല കേട്ടോ. കാരണം ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല. കുറെ റിവ്യൂസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ടല്ലോ. ഇതിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇതിന്റെ ഇവർ പറയുന്ന ഇൻഗ്രീഡിയൻസ്: സാൻഡൽ എക്സ്ട്രാക്ഷൻ, ടർമറിക് എക്സ്ട്രാക്ഷൻ, ഗ്ലൂട്ടാത്തയോൺ, നിയാസിനമൈഡ്, അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാ. അപ്പം നമ്മൾ സേഫ് ആണല്ലോ, നമ്മൾ പേടിക്കണ്ടല്ലോ. അങ്ങനെ വിചാരിച്ച് ഞാൻ തേച്ചോണ്ടിരുന്നു. ഒരു 3 വീക്സ് ഒക്കെ ആയപ്പം സംഭവം ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ എനിക്ക് കൈ ഇങ്ങനെ വെച്ച് തലയിൽ ഇങ്ങനെ കൈ വെച്ചാലേ എനിക്ക് ഉറക്കം വരുള്ളൂ. ആ ഒരു ശീലം കൊണ്ട് ഞാൻ ഇങ്ങനെ കൈ വെക്കുന്ന ഭാഗത്ത്, അതായത് എന്റെ ഇവിടെയായിട്ട് ഒരു ഇങ്ങനെ വട്ടത്തിലൊരു വെള്ള കളർ വന്നു. ആ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാട്ടോ. അപ്പം നോക്കുമ്പോ ഒരു വെള്ള കളർ ഇങ്ങനെ കളർ വന്നു. അപ്പൊ അത് മൈൻഡ് ആക്കിയില്ല. ഈ ഇൻഗ്രീഡിയൻസ് വായിച്ചപ്പോഴും ഞാനത് മനസ്സിലാക്കിയില്ല കേട്ടോ. ഈ നാച്ചുറൽ ആയിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് എങ്ങനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഒരാഴ്ച കൊണ്ടൊക്കെ ഇങ്ങനെ ബ്രൈറ്റ്നസ് വരുന്നത്? അതെങ്ങനെ? അത് എപ്പോഴേലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും തെറ്റില്ല. എന്നാലും പിന്നെയും ഞാൻ യൂസ് ചെയ്തു. 1.5 മാസത്തിനടുത്ത് യൂസ് ചെയ്തു. ഫേസ് ബ്രൈറ്റ് ആയപ്പോ ഞാൻ എന്തൊക്കെയോ കുറച്ച് ഇറക്കി കഴുത്തിലും യൂസ് ചെയ്യാൻ തുടങ്ങിട്ടോ. അങ്ങനെ കഴുത്തിൽ യൂസ് ചെയ്തപ്പോ എന്തായിന്നറിയോ? വലിയ മാറ്റമൊന്നും വന്നില്ല, കളർ ചേഞ്ച് ഒന്നും വന്നില്ല. പക്ഷെ എനിക്ക് ഒരു 3-4 ദിവസം കഴുത്ത് തേച്ചപ്പോ തന്നെ എന്റെ കഴുത്ത് വല്ലാണ്ട് ചൊറിയാൻ തുടങ്ങി. ചൊറിയാന്ന് പറഞ്ഞാൽ അസഹ്യ ചൊറിച്ചില്, ഭയങ്കര ചൊറിച്ചില്. ചൊറിച്ചില് മാത്രല്ല, എവിടെയൊക്കെ ഉണ്ടോ ഒരു കറുത്ത പാടുകൾ ഉണ്ടോ? ഇതെല്ലാം അതിന്റെ, എനിക്കറിയില്ല കേട്ടോ, എനിക്ക് മാത്രമാണോ ഇങ്ങനൊരു സൈഡ് എഫക്ട് വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അതെന്റെ കഴുത്ത് കണ്ടോ? കഴുത്ത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എവിടെയൊക്കെ കറുത്ത പാടുകളാണ്. ഈ കറുത്ത പാടുകൾ എങ്ങനെ വന്നറിയോ? ചൊറിച്ചില് വന്നു. ചൊറിച്ചില് വന്നപ്പോ വൈറ്റ് പാച്ചസ് വന്നു എന്റെ കഴുത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. കഴുത്തിൽ മാത്രല്ല, ഞാൻ രാത്രി കിടക്കുമ്പോ കൈ ഇങ്ങനെ വെച്ചിട്ടാ ഞാൻ കിടന്നുറങ്ങുക. എനിക്ക് അങ്ങനെ വെച്ചാലേ ഉറക്കം വരുള്ളൂ. ആ വെച്ച ഭാഗത്ത്, അതായത് നെറ്റിയിൽ തട്ടുന്ന ഭാഗത്തുകൊണ്ട് ആ വൈറ്റ് പാച്ചസ് വന്നിട്ടുണ്ട്. അതായത് ഒരു വെള്ള കളറിലെ വട്ടത്തിലൊരു സാധനം. അതിങ്ങനെ ഇടയ്ക്ക് തൊലി പൊളിയുന്നുണ്ട്, നല്ല ചൊറിച്ചിലുണ്ട്. അങ്ങനെ നോക്കുമ്പോ അപ്പൊ എനിക്ക് മനസ്സിലായി അത് ആ ക്രീമിന്റെ ആണെന്ന്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്റെ കണ്ണിന്റെ ഇവിടെ ആ സാധനം വരാൻ തുടങ്ങി. ഇത് കണ്ടോ? കണ്ണിന്റെ ഇവിടെ ഒരു ബ്ലാക്ക് കളർ കാണുന്നുണ്ട് നിങ്ങൾ? ആ കണ്ണിന്റെ അവിടെ ആ സാധനം വരാൻ തുടങ്ങി. ഇതെന്ന് പറഞ്ഞാല് ഇപ്പത്തെ അവസ്ഥ ഡെയിലി ഇങ്ങനെ പൊളിഞ്ഞു പോകും. ഐ മീൻ തൊലി ഇങ്ങനെ അടർന്നു പോവുക. അവിടെ ഒരു ബ്ലാക്ക് കളർ ആയി നിൽക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പം എനിക്ക് മനസ്സിലായി ഇത് പണി നല്ലോണം കിട്ടുന്നത്. പോരാത്തതിന് നല്ല പെയിനുള്ള കുരുകൾ വരാൻ തുടങ്ങി. വലിയ വലിയ കുരുകൾ, മുഖം തൊടാൻ പറ്റാത്ത സൈസ് വലിയ വലിയ കുരുകളും വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പോയിട്ടൊരു സ്കിന്നിന്റെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തെങ്കിലും യൂസ് ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ക്രീം യൂസ് ചെയ്തിരുന്നു, F2 എന്ന് പറഞ്ഞിട്ട് ഒരു ക്രീം യൂസ് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടറാണ് പറയുന്നത് അതിന്റെ സൈഡ് എഫക്റ്റ് ആണ് സംഭവം, അങ്ങനത്തെ ക്രീംസ് ഒന്നും യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പിന്നെ കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് എനിക്കത് ഓക്കെ ആയിട്ടോ. അപ്പൊ ഇനിയും എന്നെ പോലെ ആരെങ്കിലും ഒക്കെ ഈ ക്രീം വാങ്ങി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല 8ന്റെ പണിയാ കിട്ടുക. കാരണം എനിക്ക് ഇപ്പോഴും ഇതൊന്നും ക്ലിയർ ആയിട്ടില്ല. എന്റെ കണ്ണിന്റെ ഇവിടുത്തെ ആ കളറൊന്നും ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. കണ്ടോ? അതൊന്നും ഇപ്പോഴും ശരിയായിട്ടില്ല. അത് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ റിലേറ്റീവ്സോ ആരെങ്കിലും ഇതിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഇനി ആർക്കും പണി കിട്ടണ്ടല്ലോ. നല്ല 8ന്റെ പണിയാ കിട്ടുക എന്തായാലും. ഇനിയും ഇൻസ്റ്റയിലും ഇപ്പോഴും ഉണ്ട്, ഇൻസ്റ്റയിലൊക്കെ നിറച്ച് റിവ്യൂസ്, നല്ല അടിപൊളി റിവ്യൂസ് ഒക്കെ തന്നെ. ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇനിയും റിവ്യൂ കണ്ടിട്ട് വാങ്ങാൻ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ വാങ്ങണ്ട കേട്ടോ. നല്ല അടിപൊളി പണിയാ വരുന്നത്. ഇനി നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങള്
ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് അവര് അവര് ഇതാക്കുകയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. ഒരു സ്കിന്നിന്റെ ഡോക്ടറെ കണ്ടിട്ട് അവരെ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല.